العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വളരെയേറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ രഹസ്യത്തിലും ജീവിതത്തിന്റെ പരസ്യത്തിലും നല്ലവണ്ണം റബ്ബിനെ സൂക്ഷിച്ച് സ്വർഗത്തിൽ എത്തണമെന്ന് നന്നായി ആഗ്രഹിച്ച് എല്ലാ രംഗവും ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും സാധിക്കണം. അതിൽ വളരെയേറെ മത്സരവും സൂക്ഷ്മതയും പുലർത്തണമെന്ന് മാറിയ കാലത്തിന്റെ അവസ്ഥകളെ മുന്നിൽ വെച്ചുകൊണ്ട് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മനുഷ്യവർഗം നിലനിൽക്കണം, അത് നല്ല രൂപത്തിൽ നിലനിൽക്കണം, നല്ല കെട്ടുറപ്പോടുകൂടി നിലനിൽക്കണം, നല്ല സംസ്കാരത്തോടുകൂടി നിലനിൽക്കണം, നന്മ വിളയാടുന്ന കുടുംബാന്തരീക്ഷമുണ്ടാകണം, സാമൂഹിക അന്തരീക്ഷമുണ്ടാകണം, സാമ്പത്തിക രംഗത്ത് ധാർമ്മികമായ അച്ചടക്കമുണ്ടാകണം, സദാചാര രംഗത്ത് കൃത്യത വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും ലോകത്ത്. പക്ഷെ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം പൊതുവെ കുറവായിരിക്കും. ഇന്നത്തെ ഖുതുബ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ആലോചിച്ച് സുചിന്തിതമായി മനസ്സിന് താപസി മനസ്സോടെ ആവർത്തിച്ച് ചോദിച്ച് അതിന്റെ ഉത്തരമായിട്ടാണ് ഈ ഖുതുബ. ആ ആളുകൾ എപ്പോഴും ന്യൂനപക്ഷമായിരിക്കും. മാത്രമല്ല, ന്യൂനപക്ഷത്തിൽ തന്നെ അവസരങ്ങൾക്കൊത്ത് ഉയർന്ന് തിന്മക്കെതിരെ ശബ്ദിക്കാൻ കഴിവുള്ളവരുടെ, തന്റെ ഇടമുള്ളവരുടെ എണ്ണം വളരെ വളരെ കുറവായിരിക്കും. അങ്ങനെ ശക്തമായി നന്മ പറയുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ധൈര്യമോ അതും പൊതുവെ ആളുകൾക്ക് കുറവായിരിക്കും. അങ്ങനെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാലത്തല്ല, എല്ലാ കാലത്തും അതുണ്ടായിട്ടുണ്ട്.
ചില സമൂഹം ഭൂരിപക്ഷവും, അതായത് മൃഗീയ ഭൂരിപക്ഷം എന്നത് തിന്മയ്ക്ക് വേണ്ടി മാത്രം നിലകൊണ്ടവർ, ആ തിന്മ നന്മ പോലെ പ്രവർത്തിച്ചവർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറയുന്നത്. അപ്പൊ അതിൽ ഒറ്റപ്പെട്ട വ്യക്തികൾ ശരിക്കും ആരായിരിക്കും അറിയവര്? ഒന്ന് അവർക്ക് ഒരു തിരിച്ചറിവുണ്ടാവും, ഒന്ന് മനുഷ്യകുലത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഞാനിവിടെ അധ്യാപകരുണ്ടാവും, വക്കീലുമാരുണ്ടാവും, എഞ്ചിനീയർമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, കച്ചവടക്കാരുണ്ടാവും, വിദ്യാർത്ഥികളുണ്ടാവും, പിന്നെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. എല്ലാവരെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഖുത്ബ കഴിഞ്ഞു പോയാലും നിങ്ങൾ ആലോചിക്കണം. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഖുത്ബ കിട്ടുമെങ്കിൽ അതും നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കണം. അത് ഞാൻ പറയുന്നു എന്നുള്ളത് കൊണ്ടല്ല, അതിന്റെ കണ്ടന്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സമൂഹത്തില് ഓരോ തിന്മ വരുമ്പോ നമ്മളത് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ അതിനെ എതിർക്കുന്നില്ല. നമ്മുടെ വീട്ടില് ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് നിക്കാഹ് ചെയ്യാൻ പറഞ്ഞൊരു കല്യാണം നാട്ടിലില്ലാത്തത് കൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഞാനത് അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആളുമാണ്. പങ്കെടുക്കാൻ കഴിയാത്തത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പിന്നീട് ആ കല്യാണത്തിന്റെ വീഡിയോ പുറത്തിറങ്ങി, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോയി. അള്ളാഹു അതിൽ നിന്ന് എന്നെ തടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആരാ നിക്കാഹ് എന്ന ആളാണ്, അവിടെയൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ അവിടെ പെൺകുട്ടി ഡാൻസ് കളിക്കുന്നു, അന്യപുരുഷൻ ആ പെൺകുട്ടിയുടെ കൈ പിടിച്ച് ഡാൻസ് കളിക്കുന്നു. അവിടെ എന്താണെന്നറിയോ? അവിടെ ഭർത്താവായി വരുന്നവന് ലജ്ജ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒന്ന്. മാത്രമല്ല, ദരിദ്ര കുടുംബത്തിലെ ഒരു കല്യാണമാണ്. പല സന്ദർഭങ്ങളിലും ജീവിതത്തിന്റെ ആവശ്യങ്ങൾ തേടി നമ്മളെപ്പോലെയുള്ള ആളുകൾ എടുത്തവർ വരാറുണ്ട്. പക്ഷെ കല്യാണ ദിവസങ്ങൾ നോക്കിയാൽ അംബാനിയുടെ കല്യാണവും ഇതും തമ്മിൽ എന്താ വ്യത്യാസം തോന്നിപ്പോ. കോടികളൊക്കെ കടം വാങ്ങുന്നത്, ആറമ്മാദിക്കുന്നു. വകതിരിവില്ലാത്ത ഒരു സമൂഹത്തിന്റെ വളർച്ചയാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് വിലക്ക് എല്ലാം ഇവിടെ ഉണ്ടാവും, ആകെ ഉണ്ടാവും ഒരു നിക്കാഹാണ്. അത് ഇസ്ലാമിന്റെ നിയമപ്രകാരം ആവണം എന്നത് ഒരു ശാഠ്യം പോലെ തുടരുന്നത് കൊണ്ടാണ് ഒരാൾ മരിച്ചാലും മയ്യത്ത് കുളിപ്പിച്ച് അയാളെ ഇസ്ലാമിക നിയമപ്രകാരം പള്ളിക്കാട്ടിൽ അതുവരെ അയാൾ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചു. അതൊന്നും ഉസ്താദ് നോക്കാറില്ല, മൗലവിമാർ നോക്കാറില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹം നന്നാകണം, നാം ഓരോരുത്തരും നന്നാവണം. അതിനെന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? അതാണ് ഇന്നത്തെ ഖുത്ബയുടെ കണ്ടന്റ്. അപ്പൊ ലോകത്ത് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ തിന്മ ശബ്ദിച്ചിട്ടുള്ളൂ. ഉദാഹരണം, നമ്മൾ 18-ാമത്തെ അധ്യായമാണല്ലോ വെള്ളിയാഴ്ച സുന്നത്തായിട്ട് സൂറത്ത് കഹ്ഫ് ഓതും. എന്നെ ശ്രമിക്കുന്നവർക്ക് പലപ്പോഴും ഈ പോയിന്റ് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പല ആളുകളും എന്തോ ആ ഭാഗം ഫോക്കസ് ചെയ്യാറില്ല. എന്താണെന്നറിയില്ല. 18-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വചനം, 3 വചനം. അവിടെ അള്ളാഹു പറയുന്നത് അള്ളാഹുവിനൊരു സന്താനമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഒരു പ്രമാണവുമില്ലാതെ വായ കൊണ്ട് പറയുന്ന ആ ക്രൈസ്തവർക്ക് ശക്തമായ താക്കീത് കൊടുക്കണം. ആര്? ഈ ആയത്ത് വായിക്കുന്ന ഏതൊരു മുഅ്മിനും. നമ്മളെ അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജഅൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദ്. ആ ഓതിയിട്ട് പിന്നെ നമ്മൾ വായിക്കുന്ന എന്താണ്? വയുൻദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദാ. അത്രയും, അതായത് ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്തിനാണ്? അത് മേലെ പറഞ്ഞു, 2 കാര്യം പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയണേ, ഈ ഖുർആൻ ഉദ്ധരിച്ച് ഈ ഖുർആൻ സമൂഹത്തിന് നൽകിയതിന്റെ ഉദ്ദേശങ്ങളിൽ ഏറ്റവും ഗംഭീരം ക്രൈസ്തവരുമായി നിങ്ങൾ സംവദിക്കാനാണ്. നമ്മുടെ മനസ്സിലാകെ ഒരു സാക്കിർ നായിക്കാണ്, ഒരു അഹമ്മദ് ദീദാത്താണ്, ഒരു നിച്ചോ ട്രൂത്താണ്. സൂറത്ത് കഹ്ഫ് ഓതുന്ന മുഅ്മിനുകളോട് അല്ലാഹു പറയാണ്, വയുൻദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദാ. അല്ലാഹു കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്നുള്ളൂ, പറടോ അത് നിന്റെ തൊള്ള കൊണ്ട് പറയുന്ന വർത്താനാണ്, പ്രമാണമില്ല എന്ന് പറ. ഗുരുതരമായ അപകടമാണ് നീ പറയുന്നത്. ആകാശം വെണ്ടുകേറുമാറ്, പർവ്വതം സ്ഥാനം വിട്ട് ചലിപ്പിക്കപ്പെടുമാറ്, ഭൂമി കിടുകിട ഉറപ്പിക്കപ്പെടുമാറുള്ള അത്ര ഭീകരമായ വിവരക്കേടാണ് ക്രൈസ്തവരെ നിങ്ങൾ പറയുന്നത്. ഇത് പറയാൻ ധൈര്യമാണോ? അതുകൊണ്ടെന്നല്ലേ എനിക്ക് കോടതി പോയിട്ട് വന്ന്.
നമ്മൾ ഈ സത്യം തുറന്നു പറയണം. നമ്മുടെ ബാധ്യത അതാ. എന്താ? വിശുദ്ധ ഖുർആന്റെ 29-ാമത്തെ 46-ാമത്തെ വചനം എന്താ? അഹ്ലൽ കിതാബുകാരുമായിട്ടുള്ള വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. അഹ്ലൽ കിതാബുകാരുമായി നിങ്ങൾ സംവാദം നടത്തണം. അവരിലെ അക്രമികളോട് വേണ്ട. സബാസ് മുന്നക്കലിനെ പോലെയുള്ള അനിലയ്യപ്പനെ പോലെയുള്ളവരുമായി സംവാദം വേണ്ട. അതിൽ മതം ഒരു മൗലിക വിഷയമായി കാണുന്ന പക്വമതികളായ ക്രൈസ്തവരോട് നിങ്ങൾ സംവാദം നടത്തണം. യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ മാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. 3-ാം അധ്യായം സൂറത്തുൽ നിസായിലെ 64-ാമത്തെ വചനം. വരൂ ജോർജെ വാ, സാറമ്മേ വാ, എലിയമ്മേ വാ, ഈ ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലിരുന്ന് നമുക്ക് ചർച്ച ചെയ്താൽ തീരാവുന്ന വിഷയമുള്ളൂ. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, നിങ്ങളുടെ റബ്ബും എന്റെ റബ്ബും. ഈസാ നബി പറയാൻ ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്, ഹീബ്രു ഭാഷയിലാണ്. അപ്പം വളരെ കൃത്യമായി അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം 30-ാമത്തെ വചനം. ഖുർആനും അത് പറയാണ്. 23-ാം അധ്യായം 51-ാമത്തെ വചനം 92-ാമത്തെ വചനം. ഇതിലെല്ലാം ആവർത്തിച്ച് പറയണം. അപ്പം മുസ്ലിം സമുദായത്തിന്റെ മുഖ്യ അജണ്ടകളിലൊന്ന് ക്രൈസ്തവരുടെ വിശ്വാസ ജീർണതക്കെതിരെ അതിശക്തമായ വഹദാനിയത്ത് ഉദ്ഘോഷിക്കുക എന്നുള്ളതാണ്. ഇത് പറഞ്ഞിട്ട് അല്ല പിന്നെ പറയണെന്നറിയോ? ഇത് പറഞ്ഞിട്ട് അല്ല പറയുന്നത് ഓരോ പിതാക്കന്മാരും ഓരോ തൊള്ളോണ്ട് പറയാണ് ഒരു സുൽത്താനിയത്തും ഇല്ല, ഒരു തെളിവുമില്ല, വിവരക്കേട് പറയാണ്. കുൽഹാത്തു ഖുർആനക്കും കൊണ്ടുവാ തെളിവ് എന്നവരോട് പറ, തെളിവ് ഹാജരാക്കാൻ കഴിയില്ല തൊള്ളത്താളമല്ലാതെ അല്ല പറയണം. എന്നിട്ട് ഈ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ച ഒരു ദൂതനെ പറ്റി പിന്നെ പറയണം ഖുർആൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താ പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ ആ നബിയെ കുറിച്ച് പറയുന്ന 6-ാമത്തെ വചനം എന്താ? നമ്മള് ശരിക്ക് ചിന്തിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ലോകത്തുള്ള കാഫത്തൽ ലിന്നാസി ബശീറും വനദീറാണ്, സകല മനുഷ്യർക്കുമുള്ള ദൂതൻ. കാഫത്തൽ ലിന്നാസി ബശീറും വനദീറ. ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. 7-ാം അധ്യായം സൂറത്ത് ആറാഫിലെ 158-ാമത്തെ വചനമാണ്. അവിടെ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന്റെ പരമമായ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന് ഈ ഏകദൈവ വിശ്വാസത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടി ക്രൈസ്തവരെ ക്ഷണിച്ചപ്പോ, പ്രബോധനം ചെയ്തപ്പോ, ജൂതന്മാരെ ക്ഷണിച്ചപ്പോ, മജൂസികളെ ക്ഷണിച്ചപ്പോ ആ പ്രവാചകൻ ഉണ്ടായ അനുഭവവും വേദനയും പിന്നെ അല്ല പറയണത് എങ്ങനെയാ? നമ്മളത് ഓതുന്നല്ല സഹോദര. ഇവിടെ ഇരിക്കുന്ന ഞാൻ എന്റെ പൊന്നു സുഹൃത്തുക്കളോട്, ഇവിടെ ഇരിക്കുന്ന ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടവരോടും, ഈ പള്ളിയിൽ വരുന്ന ഈ പള്ളി ചിലപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെതോ അത്തരം ആശയത്തിൻ്റെതോ ആവാം. പക്ഷെ പള്ളിയിൽ വരുന്നവരെല്ലാം അതാണോ? അല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ചർച്ച ചെയ്യണം. ഒരു ഖുത്ബ നിങ്ങൾ വീട്ടിൽ ചെന്ന ഭാര്യമാരോട് മക്കളോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾ ഇന്നൊരു ഖുത്ബ കിട്ടും, അതിന്റെ കണ്ടന്റ് ഇന്നതായിരുന്നു. സമൂഹം മാറാനാണ് ഞാൻ പറയുന്നത്. ഇതിന് എന്താ അല്ലാഹു പറയുന്നത്? ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം ഇല്ല യുക്മിനൂ ബിഹാദൽ ഹദീസി അസഫ. അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഇനി നമ്മള് ഈ ഖുർആനിക വചനത്തെ മുന്നിൽ വെക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മുന്നിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് നബിയെ പറ്റി അല്ല എന്താ പറയുന്നത്? അല്ലാ പറയുന്നത് നബിക്ക് മരിക്കാൻ തോന്നി. എന്തിന്റെ പേരില്? ഒരു കുന്നിന്റെ മുകളിൽ കയറി താഴോട്ട് ചാടി അങ്ങ് മരിച്ചാൽ ഞാൻ എന്താണ്? എന്തിന്റെ പേരില്? ദുനിയാവിൽ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിലല്ല, മോക്ക് ക്യാൻസറായി എന്ന് കേട്ടിട്ടല്ല, 6 മക്കൾ മരിച്ചു എന്ന് കേട്ടിട്ടല്ല. സത്യസന്ധമായ ഉറച്ച വിശ്വാസത്തോടെ കുഫറിൽ നിന്നും ഷിർക്കിൽ നിന്നും ഒരു തെളിവുമില്ലാത്ത വാദത്തിൽ നിന്നും ഹക്കായ പ്രാപഞ്ചിക പ്രതിഭാസത്തെ ചൂണ്ടിക്കാണിച്ച് റബ്ബിലേക്ക് ക്ഷണിച്ചിട്ട് ക്രൈസ്തവർ അത് വിശ്വസിക്കാത്തതിന്റെ പേരിൽ ജീവനൊടുക്കാൻ തോന്നിയും അത്രത്തോളം ഹൃദയത്തെ അതായത് ഹെറ്റ് ചെയ്തിട്ടുള്ള നബിയുടെ മുഖ്യ വിഷയം തന്നെ മനുഷ്യർക്ക് ഹിദായത്തിലേക്ക് ക്ഷണിച്ചിട്ട് അവർ സ്വീകരിക്കുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു.
നമ്മുടെയൊക്കെ എന്താ പ്രതിസന്ധി? എന്റെ കുട്ടി കരപ്പറ്റിയില്ലല്ലോ, എന്റെ മൂക്ക് അതൊന്നും വേണ്ടാന്നല്ലോ, എന്റെ മൂക്കൊരു മാപ്പിളിനെ കിട്ടിയില്ലല്ലോ, എനിക്കും അപ്പുറത്തെ വീട്ടിലെ കാർ പോർച്ചിലുള്ള പോലെ ഒരു ഓടി കാറ് കിട്ടിയില്ലല്ലോ. ഈ ദുനിയാവിൽ ഏറ്റവും ചെറിയ ചിന്തകളാണ് നമുക്കുള്ളത്. വലിയ ലോകവും ചെറിയ ചിന്തയുമാണെന്ന്. വലിയ കുളൂസിന്റെ ജീവിതാണ്. അരപ്പൈസന്റെ ബുദ്ധിയില്ല. ഏറ്റവും മുന്തിയ ഷൂട്ടാൽ ഓനൊരു വിവരം ഉണ്ടാവില്ല എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക. കൂട്ടും സൂട്ടും കൂടുന്നതിനനുസരിച്ച് വിവരക്കേടും കൂടും. ഞാൻ ആധുനിക ലോകം കേട്ടിട്ട് പറയാട്ടോ, ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിൽ ഏറ്റവും ഭൂരിപക്ഷം കേൾക്കുക എന്നത് ലോകത്തെ കേൾക്കുക, കാലത്തെ കേൾക്കുക, നാടിനെ കേൾക്കുക, പരിവർത്തനത്തെ കേൾക്കുക, വൈവിധ്യതകളുടെ കേൾവികളെ ആവാഹിച്ചെടുത്ത് നല്ലതും ചീത്തയും വേർതിരിക്കുക, അതിന് ഖുർആനിനെ മാനദണ്ഡമാക്കുക ഒരു വിശ്വാസിയുടെ ഏറ്റവും ഗൗരവപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരിക്കാൻ തോന്നി. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ജൂതക്കുട്ടി നബിക്ക് ഖിദ്മത്ത് എടുത്തിരുന്നു. നബിയെ ഖിദ്മത്ത് എടുക്കുന്നതിന് വേണ്ടി, ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി, നബിക്ക് സേവനമനുഷ്ഠിക്കുന്നതിന് വേണ്ടി ജൂത സമൂഹത്തിലെ ഒരു ജൂതക്കുട്ടി, ഒരു ബാലൻ നബിക്ക് സേവനമനുഷ്ഠിച്ചിരുന്നു. അവന് ഗുരുതരമായ പനി പിടിച്ചു, രോഗമാണ്, വിറയലാണ്, മരണവക്രത്തിലാണ് എന്നറിഞ്ഞ് പ്രവാചക തിരുമേനി അവിടെ ചെല്ലുന്നുണ്ട്. ജൂതന്റെ വീട്ടിലായിരിക്കുന്നത്, ജൂതക്കുട്ടിയുടെ മുമ്പിലായിരിക്കുന്നത്, ജൂതക്കുട്ടിയുടെ ബാപ്പ നോക്കി നിൽക്കുന്നിടത്തായിരിക്കുന്നത്. എന്നിട്ട് ആ കുട്ടിയുടെ ശിരസ് തടവിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ. മടിച്ചിട്ടില്ല. ഞാൻ ജൂതന്റെ പുരയിലാണല്ലോ, ഇതൊരു ജൂത കുട്ടിയാണല്ലോ. അതല്ല പ്രവാചകൻ ചിന്തിച്ചത്. ഈ കുട്ടി മരിച്ചാൽ നരകത്തിലാണ്. അത് ബോധ്യമുള്ള ആളാണ് പ്രവാചകൻ. ആ അറിവാണ് പ്രധാനം. ലോകത്തുനിന്ന് ഞാൻ കാണുന്നത് അറിവില്ലായ്മയാണ്. ലോകത്തിന് നഷ്ടപ്പെട്ടു. നമ്മൾ പറയും എന്താ ടെക്നോളജി, അതേ ഉള്ളൂ. തലച്ചോറില്ല, വിവരമില്ല, വിവേകമില്ല, ബുദ്ധിയില്ല. വെറുകൊണ്ട് തോണ്ടാൻ ബുദ്ധി ആവശ്യമില്ല, തോണ്ടിയാ മതി, സകല വിവരക്കേടും കേൾക്കാം. അതുകൊണ്ടാണ് വളരെ ഗൗരവമായി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ അടുത്ത് നിന്നു, ജൂതനാണ്, ജൂതന്റെ വീടാണ്, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ, വിജയിക്കാം. ആവർത്തിച്ചു. ഈ കുട്ടി അച്ഛന്റെ മുഖത്തേക്ക് നോക്കും. അവസാനം പിതാവ് മോനോട് പറയാൻ, മോനെ അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്തോ, മോനെ അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്തോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതോട് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ മരിച്ചു. സന്തോഷത്തിന്റെ അശ്രുബിന്ദുക്കൾ കണ്ടടങ്ങളിൽ നിന്ന് നടന്ന് താടിരോമത്തെ നനച്ച് ജുബ്ബക്കുപ്പായത്തെ ടച്ച് ചെയ്ത് ഭൂമിയിലേക്ക് മുറ്റി വീണപ്പോ പ്രവാചക തിരുമേനി പറഞ്ഞ വാചകം, അല്ലാഹ് നരകത്തിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയ നിനക്ക് സ്തുതി. ഇതാണ് ഒരു വിശ്വാസിന്റെ മനസ്സ്. മിണ്ടാതിരിക്കണ്ടല്ലോ എല്ലാരും. ഒരുപാട് തിന്മ നടക്കും, അതിനോടങ്ങ് കൂടി കൊടുക്കണ്ടല്ലോ കയ്യടി കിട്ടാൻ വേണ്ടി. ഓർക്കണം, അള്ളാന്റെ മുമ്പിൽ നീ വന്നു നിൽക്കും. നിന്റെ യൗവനം, നിന്റെ അറിവ്, ആ അറിവിനെ കുറിച്ച് ചോദ്യം ചോദിക്കും. അപ്പൊ നമുക്ക് ആ ബോധ്യം ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ നോക്ക്, ഇബ്രാഹിം നബി ഇതൊക്കെ പോയിന്റുകളായിട്ട് മാത്രം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പയുടെ മോൻ ആസർ എന്ന് പറയുന്ന ബിംബാരാധകന്റെ, ബിംബ നിർമ്മാതാവിന്റെ ബിംബം കൊണ്ടുവച്ച് പൂജിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ബിംബ പൂജാരിയുടെ മകൻ ആസർ. ആ ആസറിന്റെ മകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിതാവാ സ്വഭാവക്കാരനാണ്. യാ ബത്തി, നിലപാടാണ് ഞാൻ പറയുന്നത്. നിലപാടുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ഖുതുബയുടെ മറ്റൊരു ഭാഗമാണ് ഞാൻ പറയുന്നത്. ഈ നിലപാട് ബാപ്പ യാ ബത്തി, ബഹുമാനപുരസരം സ്നേഹത്തോടെ, യാ ബത്തി എന്റെ പൊന്നു വല്ലിമ തഅബ്ബുദ്. എന്തിനെയാണ് ഇപ്പൊ നിങ്ങൾ ആരാധിക്കുന്നത്? എന്റെ ഉപ്പ കാണാത്ത, കേൾക്കാത്ത, പ്രയോജനമില്ലാത്ത ഒരു ചാണകക്കുഴിയിലേക്ക് നിങ്ങൾ നിർമ്മിച്ച ബിംബത്തെ നിങ്ങൾ കൊണ്ടുപോയിട്ടാൽ, എടാ ഞാൻ നിന്റെ ദൈവം ഒന്നെടുത്ത് കരയിൽ വെക്ക് എന്ന് പറയാനും കഴിവില്ലാത്ത ബുദ്ധിയോടാണ് സംവദിക്കുന്നത്. ബുദ്ധിയോടാണ്, വികാരം മാത്രമല്ല അത്. വിവരക്കേട് ഇങ്ങനെ ചെയ്യാ, വിവരക്കേട് ചൂണ്ടിക്കാണിച്ചാൽ ഇത് മതനിന്ദയാന്ന് പറയാം. വകവക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗം. അല്ലാണ്ട് നാടിന്റെ നടപ്പത്ത് ജീവിക്കുന്നവന് സ്വർഗല്ലേ എങ്ങനെ? അത് നല്ലോണം മനസ്സിലായിക്കൂടി.
ഈ മിമ്പറിൽ നിങ്ങൾ കേൾക്കുന്ന ഈ വാചകം നിങ്ങൾക്ക് പരലോകത്ത് ഉപകരിക്കും, ഇഹലോകത്ത് അന്തസ്സ് നൽകുകയും ചെയ്യും. എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ നിലപാട് വ്യക്തമാക്കി. നിങ്ങൾ എന്തിനാ ആരാധിക്കുന്നത് മാത്രമല്ല, ഇത് ശരിയല്ല എന്ന് പറയല്ല, എന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്, അതാണ് കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അപകടമുണ്ട്, ഇപ്പോഴല്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ. ഈ പോക്കിങ്ങനെ പോയിട്ട് അങ്ങോട്ട് എത്തിയാൽ വലിയൊരു അപകടത്തിൽ നിങ്ങൾ ചെന്ന് പെടാനുണ്ട്. അങ്ങനെ ലോകം അപകടത്തിൽ പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാത്ത ഞങ്ങൾക്കറിയാ, നിങ്ങൾക്ക് വിവരമില്ല. ഇത് കേട്ടോളി. അതിന്റെ അടുത്ത വാചകം എന്താ? യാ അബതി ഇന്നി ഖദ് ഒന്ന് അടിവരട്ടെ. യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക് ഫത്തബീനി അഹദിക സിറാത്തൻ സവിയ്യ. എന്താ കേരളത്തിൽ 60 ലക്ഷം വിദ്യാർത്ഥികളില്ലേ? ഉണ്ട്. 2 ലക്ഷം 2.5 ലക്ഷം അധ്യാപകരില്ലേ? ഉണ്ട്. ആ 2.5 ലക്ഷം അധ്യാപകരിൽ നിന്ന് ഇയാൾക്കെന്താ കൊമ്പുണ്ടോ ചോദിച്ചില്ലേ? ഇതൊക്കെ കൊമ്പില്ല, വിവരമുണ്ട്. അതാണ്. അപ്പൊ ബാക്കി 2.5 ലക്ഷം ആളുകൾക്കോ? ഓൽക്കുണ്ട്, വിവരമുണ്ട്, വിവരം അനുസരിച്ച് പെരുമാറിയില്ല. വിവരമില്ലായ്മൊന്നും ഓൽക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. വിവരമില്ലായ്മക്കനുസരിച്ച് നട്ടെല്ല് നഷ്ടപ്പെട്ടു. അതാണ് വിഷയം. എന്നാണ് ഇതൊന്നും ഒരാവശ്യമില്ലാത്ത സാധനം. ഇതല്ല കുട്ടികൾ കൊടുക്കേണ്ടത്. അറിയാത്ത ഒരധ്യാപകൻ ആ കൂട്ടത്തിലില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഇതിനൊരു അപകടമുണ്ട്. ഈ പോയിന്റ് ശരിക്കും പഠിച്ചോളി. നിങ്ങൾക്ക് കിട്ടാത്തൊരറിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാ വിസ്തെന്ന് പേരിട്ട്. അതുകൊണ്ടാ ആ പേരിട്ടത്. പലർക്കും കിട്ടാത്തത് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ആ പേരിട്ട്. അതിലാരും ചോദിച്ചിട്ടൊന്നും കാര്യമല്ല, അസൂയപ്പെട്ടിട്ടും കാര്യമല്ല. ഞാനത് തുറന്നു പറയാൻ ആഗ്രഹിക്കാൻ ഞാൻ അതിൻ്റെ ഒരാളാണ്. ഇതിനോട് അഭിമാനകരമായി പറയാൻ എനിക്ക് വേറൊരു കാര്യമല്ല. അത്ര അഭിമാനകരമായി പറയുന്ന ആളാണ്. കേരളത്തിലെ വിസ്തത്തിന്റെ ഒരു മെമ്പറാണെന്ന് പറയുമ്പോ എന്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നു, എന്റെ നട്ടെല്ല് പൊന്തി നിൽക്കുന്നു. അന്തസ്സുള്ളൊരു കൂട്ടായ്മയിലെ മെമ്പർ എന്ന ബോധ്യം എനിക്കുണ്ട്. കേരളക്കരയിൽ നടക്കുന്ന ഏതേത് തിന്മകളുടെ നാരായ വേരുകളും പഠിക്കുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഇതിലൊരു നേതൃത്വമുണ്ട്, അന്തസ്സുള്ളവരുണ്ട് എന്ന് വിശ്വസിക്കാൻ അത് നമുക്ക് ഉണ്ടാവണം. ഇബ്രാഹിം നബി എന്നിട്ട് നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇബ്രാഹിം നബീനെ കല്ലെറിയെന്ന് പറഞ്ഞു. അർജുമന്നൊക്കെ വഹിച്ചുർണി മലിയ കല്ലെറിയും. ഇന്ന് കല്ലെറിയുന്നില്ല, സോഷ്യൽ മീഡിയയിൽ മാന്തി തിന്നുക. കല്ലെറിഞ്ഞ എവിടെങ്കിലും മുറിയൂ. ഇറച്ചി മൊത്തം തിന്നുകയാണ്, മുടിയടക്കം തിന്നുകളാണ്, പെരുവെള്ളിന്റെ നഖടക്കം. ഈ സോഷ്യൽ മീഡിയയിലെ സംസ്കാരമില്ലാത്തവർ, വകതിരിവില്ലാത്തവർ, ലോകം നശിക്കുകയാണെന്നുള്ള തിരിച്ചറിവില്ലാത്തവർ, സ്വന്തം മക്കളെ നശിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് തിരിച്ചറിയാത്തവർ. അതുകൊണ്ട് വളരെ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. ഞാനൊന്ന് എവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കാം, പേരമക്കളുള്ളവരോട് ചോദിക്കാം. നമ്മൾ ചോദിക്കുക, എന്തൊരു കാലാത്, ഇത് കലികാലമാണ്, ആസുരകാലമാണ്. എന്തൊരു മക്കളായത്. നമ്മളെല്ലാരും വിചാരിക്കണം, എന്താ ഈ മക്കൾക്ക് പ്രശ്നം? ഈ മക്കൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എന്തുകൊണ്ട് മക്കൾ ഇങ്ങനെ വെറുതെ ആയതല്ല, ആക്കിയതാണ്. ആര്? ബോധപൂർവമായി ലിബറലിസം എന്ന മതം അവരെ കൊണ്ടുപോയി ആക്കിയതാണ്. അതൊരു മതമാണ്. ആ പുതിയ മതം മനുഷ്യരെ പഠിപ്പിച്ചു. സ്കൂളിൽ മതം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു മതമുണ്ട്, ആ മതം ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാം. അതൊരു മതത്തെക്കാൾ സമൂഹത്തിന്റെ ശിരസുകളിൽ അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ ഇത്ര രൂഢമൂലമായ ഒരു മതം, ലിബറലിസം എന്ന മതം, ലിബറൽ ഫാസിസം. അത് സൈക്കോളജി ഓഫ് ഫാസിസം എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, വിൽഹം റീഡ്. ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതെങ്ങനെയാണ് കടന്നു വരുന്നത്. അതിവിടെ ഉണ്ട്, അതില്ല എന്ന് നമ്മൾ പറയരുത്. ആ അടിച്ചേൽപ്പിക്കലുകൾ ഇവിടെ ഉണ്ട്. നിങ്ങളാരാ മതക്കാര്? ഞങ്ങൾ ഈ നാട്ടുകാര്. 3.5 കോടി മനുഷ്യരിൽ 1 കോടിയിലധികം വരുന്ന മുസ്ലിമീങ്ങൾ ഒരു പരിഗണിക്കേണ്ടവരല്ല എന്ന് ഫാസിസ്റ്റുകൾക്കേ തോന്നിയിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് തോന്നേണ്ട തോന്നലല്ല. അത് 1 കോടി മനുഷ്യരുണ്ടോ ഞങ്ങളിവിടെ? 1 കോടി മുസ്ലിമീങ്ങളുണ്ട് ഇവിടെ. ആ 1 കോടി മുസ്ലിങ്ങൾ ഭരണഘടനയുടെ ഭാഗമാണ്, ഈ രാജ്യത്തിന്റെ ഭാഗമാണ്, ഈ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്, ഈ സെക്യുലറിസത്തിന്റെ ഭാഗമാണ്, ഈ കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നിലപാടുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, വിയോജിപ്പുകളുണ്ട്. അവർക്ക് തന്നിടമുണ്ട്. ഞാനത് പറയും. തെറ്റിനെ തെറ്റായി കാണാനും കോടാലിയെ കോടാലി എന്ന് വിളിക്കാനുമുള്ള തന്നിടമുണ്ട് ആ നേതൃത്വത്തിന്.
നമുക്കിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നാടോടുമ്പോൾ നടുവയോടുക എന്നത് നമ്മൾ അവസാനിപ്പിക്കണം. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. സൂറത്ത് ഖാഫാണ് നമ്മൾ പാരായണം ചെയ്യുന്നു. എന്തൊക്കെ പാഠങ്ങളാ! അതിൽ 15 ആയത്ത് വായിച്ചാൽ മതി. അതിലെ തുടക്കം മുതൽ 15 ആയത്ത് പഠിച്ചാൽ മതി. എല്ലാം അതിലുണ്ട്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശത്തതാ. എന്താ പറയുന്നത്? കണിശമായ, കൃത്യമായ, ഹക്കായ വിവരണം ആ യുവാക്കളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ല പറയണം, അവരൊരു പറ്റ യുവാക്കളായിരുന്നു. ആ യുവത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ബുദ്ധി ഏറ്റവും തീക്ഷണമാകുന്ന കാലം. ചിന്ത പണയപ്പെടുത്തിയല്ല. ഇതൊരു വല്ലാത്തൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എന്താ പ്രശ്നം? എന്താ? രാജാവ്, ആ നാട് ഭരിച്ച രാജാവ് ബിംബാരാധകനാണെന്ന് മാത്രമല്ല, ബിംബാരാധനയുടെ മഹത്വം അതിനൊരു മഹത്വം ഉണ്ടെന്ന് പ്രസംഗിച്ച ആളും കൂടിയാണ് ആര്? ആ രാജാവ്. ആ നാട്ടിലെ മുഴുവൻ ആളുകളും അല്ലാത്തവരോട് ദുആ ചെയ്യാം, അവരെ ആരാധിക്കാം, അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് വിശ്വസിച്ച ആളുകളാണ്. സൃഷ്ടികളിലെ അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നവർ ഭൂരിപക്ഷമുള്ള ഒരു നാടാണത്. ആ നാട്ടിൽ നിന്ന് 10-ൽ താഴെ അള്ള പറഞ്ഞ് അവസാനിപ്പിച്ചു 7 പേരും അവരുടെ നായി. ആ 7 പേർ എന്ന് പലരും സൂചിപ്പിച്ച ആ 7 പേർ, 7 പേരുടെ നിലപാടെന്താ? ഞങ്ങളോടൊക്കെ പറയാം, ഭരണകൂടം അതിശക്തമായി ബിംബാരാധന പ്രചരിപ്പിക്കുന്ന ഒരു നാട്. രാജാവ് ബിംബാരാധന ലോകത്ത് നടന്ന് പ്രസംഗിക്കുന്ന നാട്. ഏത്? ഒന്നുകൂടി ചിന്തിക്കുക. ഞാൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യം പറയുന്നത്. ബിംബാരാധന ലോകത്ത് നടന്ന് പ്രസംഗിക്കുന്ന ഒരു രാജാവ്. ആ രാജാവിന്റെ കീഴിൽ സൃഷ്ടിപൂജ നടക്കുന്ന ഒരു നാട്. അവിടുത്തെ പുരോഹിതന്മാർ മുഴുവനും ആ ശിർക്കിനെ, സൃഷ്ടിപൂജയെ അംഗീകരിക്കുമ്പോൾ ആ രാജ്യത്തുള്ള, ആ നാട്ടിലുള്ള, ആ രാജാവിന്റെ പ്രജകളിൽപ്പെട്ട 7 ചെറുപ്പക്കാർ ഒരു കാര്യം ഓർക്കണം. മൃഗീയ ഭൂരിപക്ഷം ഷിർക്കിന്റെ ആളുകൾ, തിന്മയുടെ ആളുകൾ. അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആളുകൾ. അവർക്ക് കറാമത്തില്ലേ, അവർക്ക് മുജിദത്തില്ലേ, അവർക്ക് ദിവ്യതയില്ലേ, അവർക്ക് വെളിപാടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ 7 പേർ, അല്ലെങ്കിൽ 10 താഴെ വരുന്ന ആളുകൾ. അവരെന്താ പറഞ്ഞത്? നിങ്ങൾക്കില്ലാത്തൊരറിവ് ഞങ്ങൾക്കുണ്ട് തന്നെയാണ്. ആ തിരിച്ചറിവാണ് ഞങ്ങളെ നിങ്ങളോടൊപ്പം ചേരാതെ. ഞങ്ങൾക്കറിയാം നിങ്ങളോടൊപ്പം ചേർന്ന് ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ല, നാട് വിടേണ്ടി വരില്ല, ഇവിടെ സുഖമായിട്ട് ജീവിക്കാതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ഒരു അറിവ് അമലായി തീരുന്നത് എപ്പോഴാ? ആ അറിവിനനുസരിച്ച്. എന്തപ്പോ പറഞ്ഞു? ഒരു അറിവ് മനുഷ്യന് പ്രയോജനപ്പെടണമെങ്കിൽ അത് അമലായി തീരണം. നമുക്ക് പല കാര്യങ്ങളും അറിയാം, പക്ഷെ നമുക്ക് അമലിലില്ല. മധുരം അമിതമായി ഒരു ഷുഗർ രോഗി കൂട്ടിയാൽ അത് ഷുഗറിനെ വർദ്ധിപ്പിക്കും, അത് ഹൃദയത്തെ ബാധിക്കും, കിഡ്നിയെ ബാധിക്കും. അതൊരു അറിവാണ്. പക്ഷെ അത് എപ്പോഴാണ് ഒരു മനുഷ്യന് ഉപകാരപ്രദമാകുക? അത് അമലിൽ കൊണ്ടുവരുമ്പോഴാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ അറിവ്, ആ അറിവ് എന്താണ്? അല്ലാഹ് കേട്ടോളി. ശരിക്കും അവരെന്താ പറയുന്നത്? നിങ്ങളിപ്പോ അള്ളല്ലാത്തവരെ വിളിച്ചു ദുആ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഇബാദത്ത് അള്ളല്ലാത്തവർക്ക് നൽകുന്നുണ്ടല്ലോ, ഞങ്ങളത് ചെയ്യില്ല. എന്താ കാരണം? അതൊരു അന്യായമാണ്. ആ അന്യായത്തിന് കൂട്ടുനിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല. നിങ്ങൾ തുള്ളിക്കോളി, നിങ്ങൾ സൂമ്പയോ അതിന്റെ അപ്പുറത്ത് വേറെ എന്തൊക്കെ എടുത്ത് ചെയ്തോളൂ. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്താണെന്നറിയാം. അതിൽ കുറെ അന്യായങ്ങളുണ്ടെന്നറിയാം, ന്യായക്കേടുകളുണ്ടെന്നറിയാം. ആ ന്യായക്കേട് ചെയ്യാൻ ഞങ്ങളെ കിട്ടില്ല. മാത്രമല്ല സാബിൽ കഫറിന് എന്താണ്? അല്ലല്ലാത്തവരെ വിളിക്കുക എന്നത് അന്യായമാണ്. അന്യായം ചെയ്യാൻ ഏതായാലും ഞങ്ങളില്ല. ലോകം ഞങ്ങൾക്കെതിരാണ്, രാജാവ് ഞങ്ങൾക്കെതിരാണ്. പക്ഷേ ഞങ്ങൾക്ക് നിലപാടുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളെ കൊഞ്ഞനം കുത്തിയാലും, നിങ്ങളെല്ലാവരും ഞങ്ങളെ താലിബാൻ എന്ന് വിളിച്ചാലും, നിങ്ങൾ എന്ത് വിളിച്ചാലും ഞങ്ങൾ നിലപാടുള്ളവരാണ്. ഞങ്ങളുടെ നിലപാടേ അടുത്ത തലമുറയിലേക്ക് ചർച്ച ചെയ്യപ്പെടുള്ളൂ. നിങ്ങളുടെ നിലപാടല്ല, ഞങ്ങളുടെ നിലപാടേ ലോകത്ത് നിലനിൽക്കൂ. തലമുറകളായി നന്മ നമ്മൾ സ്വീകരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ആദമിന്റെ ഒരു മകനെ കൊല്ലുന്നു. ഈ വിഷയത്തിലാണ് അല്ലാഹ് പറഞ്ഞത്, മിൻ അജ്ലി ദാലിക ഖതബ്നാ അലാ ബനി ഇസ്രായീൽ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. 5-ാം അധ്യായം 32-ൽ പറയും, അന്യായമായ
അതുകൊണ്ടാണ് കതബ്നാ അലാ ബനീ ഇസ്രായീൽ, ബനൂ ഇസ്രായേലിന്റെ മേൽ നാം നിയമമാക്കി എഴുതി രേഖപ്പെടുത്തി. എന്ത്? അന്യായമായൊരു മനുഷ്യനെ കൊല്ലരുത്. അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെ. ആ ആദം നബിയുടെ കാലഘട്ടത്തിൽ ആ നോളജ്, ആ നന്മയുടെ ആശയം ഇന്ന് ഖുർആനിൽ കിടക്കുന്നു. 1400 വർഷങ്ങളായി നമ്മൾ വായിക്കുന്നു. അന്യായമായി കൊല ചെയ്യാൻ പാടില്ലെന്നും അന്യായമായ ഒരാളെ കൊന്നാൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും ഹനിച്ച കുറ്റവാളിയാണ് നീ എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് അന്യായമായ ഒരാളെ കൊല്ലാതിരിക്കാൻ ഒരു മുസ്ലിമിനെ പ്രേരിപ്പിക്കുന്നത്. അറിവ് ഇന്നലെ ഉണ്ടായതല്ല. സ്ഥായിയായി മനുഷ്യനെ നിലനിർത്തുന്ന സകല അറിവും പൂർവികരിൽ നമ്മൾ പകർന്നു നേടിയതാ. പുതുതായ മേഖലയിൽ ഒരു ശാസ്ത്രവും ഒരു കോൺട്രിബ്യൂഷനും നൽകിയിട്ടില്ല. ഇന്ന് ലോകം അടിസ്ഥാനപരമായി ധാർമ്മികതയിൽ പലപ്പോഴും എവിടെയെങ്കിലും മെല്ലെ ചെറിയ തോതിലെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ ജീവിച്ച സമൂഹം നമുക്ക് പകർന്നു തന്നത്, അല്ലാതെ പുതിയ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതൊന്നുമല്ല. മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ 10-25 കൊല്ലം മുമ്പുള്ള കണ്ടെത്തലായിരിക്കാം. അതിനെക്കുറിച്ചല്ല. ആ മൊബൈൽ ഉപയോഗിച്ച് ഒരു തന്റെ ജീവിതം അവസാനിപ്പിക്കരുത്, ഒരു പെണ്ണിന്റെ കുടുംബത്തെ കുളം കൊണ്ടരുത് എന്ന ധാർമ്മികത ഒന്നും നിലയില്ലല്ല. അതേ കാലഘട്ടത്തിലുമുള്ളതാണ്. മാറ്റുന്നില്ല. അടുത്ത പോയിന്റ് വളരെ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. അപ്പോ ഇവിടെ അസ്ഹാബുൽ കഹ്ഫിന്റെ അറിവ്, ആ അറിവിനൊത്തവർ നിലനിന്നു. അതേ ഒരു മാഷും ചെയ്തുള്ളൂ. അതാണ് ചെയ്യേണ്ടതും. സമൂഹത്തെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും, സമൂഹം നാളെ അപകടത്തിലാകരുത് എന്ന് വിചാരിക്കുന്ന ഏതൊരു വ്യക്തിയും അയാളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കും. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നിടത്താണ് വിശ്വാസത്തിന്റെ പ്രസക്തിയും ഈമാനിന്റെ പ്രസക്തിയും. അങ്ങനെയൊക്കെ ആകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അത് ആരായാലും എക്സെട്ര ഏത് മനുഷ്യനായാലും. അടുത്തത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചക തിരുമേനിയുടെ വളരെ മശൂറായ ഈടെ നിങ്ങളൊക്കെ കേട്ടൊരു ഹദീസ്. النبي سعيد الخدري رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول من رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه فإن لم يستطع فبقلبه وذلك أضعف الإيمان. متفق عليه يا حديث. എന്തായാലും പറയുന്നു, നബി സഈദുൽ ഖുദരി സമയത്തു ഞങ്ങൾ കേട്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായി ഞങ്ങൾ കേട്ടിരിക്കുന്നു, യഖൂൽ മൻ ഒരാൾ റഅ അയാൾ കാണുന്നു മിൻകും മുൻകറ ഒരു തിന്മ, ഒരു അപരാധം, ഒരു കൊള്ളരുതായ്മ നിങ്ങൾ കാണുന്നു, കൈകൊണ്ട് തടുക്കാൻ പറ്റുന്നവർ തടുക്കണം. അത് ഭരണകൂടം. ഒരു പിതാവിന് മകനെ കൈകൊണ്ട് തടുക്കാം. ഭാര്യയെ തിരുത്തേണ്ടി വന്നാൽ അടിക്കേണ്ടി വന്നാൽ അവിടെ ഒന്ന് അടിക്കാം. ആ അടിക്കണം എന്ന് പഠിച്ച വൃത്തത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ പരിധിയും അതിന്റെ തോതും നബി പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കൈകൊണ്ട് തടുക്കാൻ പറ്റുന്നവർ കൈകൊണ്ട് തടുക്കണം. ഫൈലം യസ്തതി, അതിന് സാധ്യമല്ല. ഇവിടെ വിദ്യാഭ്യാസ വകുപ്പോ ഇവിടുത്തെ സർക്കാർ ഒരു നിയമം കൊണ്ടുവരിക, അതിനെ കൈകൊണ്ട് എടുക്കാൻ നമുക്ക് പറ്റില്ല. ആ ആളെ കൈകൊണ്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. പിന്നെ നമുക്ക് പറ്റുന്ന നാവ് കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞത് തെറ്റാണ്, ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ട്, എനിക്ക് വിയോജിപ്പുണ്ട്, എന്റെ മകനെ അതിൽ പറഞ്ഞേക്കണോ വേണ്ടേ തീരുമാനിക്കാനുള്ള വക ശരിക്കുണ്ട്. എന്റെ ബീജത്തിൽ പറഞ്ഞവനവൻ, ഞാൻ വളർത്തിയതവനെ, അവൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ഞാൻ വാങ്ങിക്കൊടുത്താ, സർക്കാർ വാങ്ങിക്കൊടുത്തല്ല. അതുകൊണ്ട് എന്റെ മകന്റെ കാര്യം ഞാൻ തീരുമാനിക്കും എന്നുള്ള അവകാശം എനിക്കുണ്ട്. എന്റെ വിദ്യാഭ്യാസം ഞാൻ തടയുന്നല്ല. അങ്ങനെയാണെങ്കിൽ കുറ്റകരമാണത്. ആ ഭാഷ അറസ്റ്റ് ചെയ്യും വേണം, അല്ലെ ആ ഭാഷയ്ക്കെതിരെ ശിക്ഷാ നടപടിയെടുക്കണം. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഇതൊന്നല്ല സ്ഥലങ്ങളെ, മുസ്ലിം വിരോധമാണ് വിഷയം, അടിസ്ഥാനപരമായ വിഷയം. ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കുത്തുകയാണ് സ്കൂളുകളിലൂടെ നടക്കുന്നത്. അവിടെ മതം വേണ്ട, മതനിരാസവും വേണ്ട, അവിടെ ദൈവവിശ്വാസം വേണ്ടാന്നാണോ? ദൈവ നിഷേധവും വേണ്ട അവിടെ നന്മ വേണ്ടതാണോ? എങ്കിൽ തമ്മാടിത്തവും വേണ്ട അവിടെ. എന്താ നന്മ വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ തിന്മ നടപ്പാലേ ആകൂല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കുണ്ട്. ഇത് സ്വച്ഛാധിപത്യത്തിന്റെ VI ലെനിനും മറ്റേ ഇവരൊക്കെ ഭരിച്ചിരുന്ന കാലമല്ല ഇത്. ജോസഫ് സ്റ്റാലിനൊന്നും ഭരിച്ച വാൾത്തലപ്പുകൊണ്ട് വർത്താനം പറയുന്ന കാലത്തല്ല ഉള്ളത്. ജനാധിപത്യ പ്രക്രിയയുടെ മൗലികതയെ ഉൾക്കൊള്ളുന്ന തലച്ചോറുള്ള കേരളീയ ജനതയുടെ മുമ്പിലാണിത്, അല്ലാതെ തിട്ടൂരങ്ങളുടെ മുമ്പിലല്ല ഇത്. അത് നമ്മൾ ഇനിയുള്ള തലമുറ മനസ്സിലാക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, കേരളത്തിൽ ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അധികാരം, ഏറ്റവും വലിയ കരുത്ത് വോട്ടവകാശമാണ്. വരാനിരിക്കുന്ന വോട്ടവകാശത്തിലൂടെയാണ് മറുപടി കൊടുക്കേണ്ടത്. അതിന് പ്രാപ്തരാകുക. അല്ലെങ്കിൽ ഉൽമ സ്വീകരിച്ച് ജീവിച്ച ആ ഉൽമിന്റെ കീഴിൽ ജീവിച്ച് മരിക്കുക.
ഈ സമുദായം വകതിരിവില്ലാത്ത സമുദായം. മനസ്സിലായോ? നല്ലോണം ചിന്തിക്കുക. അതുകൊണ്ടൊരു തെറ്റ് കണ്ടാൽ നമ്മുടെ ബാധ്യതയാണ്. ഹൃദയം കൊണ്ട് വെറുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഹൃദയം കൊണ്ട് വെറുക്കുക അത് ഏറ്റവും ദുർബലമായ വശ. ശക്തമായ വശം എന്താണ്? നാവ് കൊണ്ട് പറയേണ്ടടുത്തത് പറയാ. ഇത് ജനാധിപത്യ ഭരണം, ഇത് രാജഭരണമല്ല, ഇസ്ലാമിക ശരീഅത്ത് നടക്കുന്ന രാഷ്ട്രമല്ല, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ആ രാജ്യത്ത് യോജിക്കാനും വിയോജിക്കാനും ഉൾക്കൊള്ളാനും ഉൾക്കൊള്ളാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഒരു സംഘം ആളുകൾ ടൂറുപോയി, 10 യുവാക്കൾ 10 യുവതികൾ 9 പേര് മന്തി ബുക്ക് ചെയ്തു. ഒരു കുട്ടി പറഞ്ഞു, ഞാൻ ഇതൊന്നും കഴിക്കില്ല, നാടൻ ചോറ് തിരിച്ചു. ഞങ്ങൾ 9 പേരും ഇതാ പറയുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ അവകാശം ഇവിടെ ഇല്ല, നീ തിന്നേ പറ്റൂ എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ഇന്നലെ. അതാണ് ഇത്ര ജനാധിപത്യം. ആഹാ, അതാ ജനാധിപത്യം. അതാണോ മനസ്സിലാക്കിയത്? എന്റെ തലച്ചോറൊന്ന് കഴുകേണ്ടതുണ്ട്. അവിടെ എന്താണ്? ഞങ്ങൾ 9 പേര് ഈ സെലക്ട് ചെയ്ത്, നിനക്ക് പറ്റില്ലേ? ശരി, ബഹുമാന പരിസരം, നിനക്ക് എന്താ വേണ്ടത്? അതും ബുക്ക് ചെയ്യുക. അവനും ഒരു ടേബിളിലിരിക്കുക. അവനാ നാടൻ മുടരിച്ചോറ് വാരി തിന്ന, മറ്റൊരു മന്തിയും തിന്ന, അതിന്റെ പേരാ. അല്ലാതെ അവനെ കൊഞ്ഞനം കുത്തി, അവനെ താലിബാനാക്കി, അവനെ വേറൊരുത്തനാക്കി, അവനെ പച്ചക്കറിക്കാരനാക്കി, ഓൻ ബ്രാഹ്മണനാന്ന് വിളിച്ചു പറയലല്ല. അതാണ് അതിന്റെ ശരി. അതുകൊണ്ട് ശരികേടുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പറയാനുള്ള ധൈര്യം ഉണ്ടാകണം, തന്റെ ഇടം ഉണ്ടാകണം, സ്വന്തം ചെലവിൽ ജീവിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ പലരുടെയും തൊട്ടൂരങ്ങൾക്ക് വിധേയമായി ജീവിച്ച് ആണും പെണ്ണും കെട്ട വർഗമായി മരിക്കേണ്ടി വരും. അടുത്തത് പ്രസിദ്ധമായ ഒരു ഖുർആനിക വചനത്തെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. 8-ാം അധ്യായം സൂറത്ത് അൻഫാൽ 25-ാമത്തെ വചനം. വത്തഖു ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഈ ഖുർആന്റെ വചനം ശരിക്കും ഓർത്തോളി. വത്തഖു ഫിത്ന, ഈ ലോകത്ത് വരുന്ന ഫിത്നകളെ, കുഴപ്പങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ, നിങ്ങൾ ആ തിന്മയൊക്കെ കണ്ട് മിണ്ടാതിരുന്നാൽ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കേണ്ട ആ തിന്മ ചെയ്തവരെ മാത്രം പിടികൂടുകയെന്ന്. നിങ്ങളെയും അത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ് തിന്മയെ എതിർക്കുക എന്നുള്ളത്. ഇത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. സംശക്തനായ പ്രപഞ്ചനാഥൻ ഇவ்விധം കാര്യങ്ങൾ അപഗ്രഥിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾച്ചേർത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമുതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, ലഹരിയിൽ നിന്ന് കേരള ജനത രക്ഷപ്പെടണം. അതിനിതാ നിങ്ങൾ വിദ്യാലയങ്ങളിൽ സൂംബ നടപ്പാക്കും. എനിക്ക് ഈ കേരള ജനതയോട് പറയാനുള്ള ഒരു കാര്യം, സൂംബ വേണ്ട, തൂമ്പ മതി എന്ന കാര്യമാണ്. സ്കൂളിൽ സൂംബ വേണ്ട, തൂമ്പ മതി. ഇന്നത്തെ ഖുത്ബയുടെ ടൈറ്റില് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇട്ടാൽ മതി. സൂംബ വേണ്ട, തൂമ്പ മതി. 3.5 കോടി മനുഷ്യർക്ക് എതിർക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരൊറ്റ കുട്ടിയുടെ എതിർ ശബ്ദം ഉണ്ടാകാത്തൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സൂംബ വേണ്ട, തുമ്പ മതി. സ്കൂൾ വിടുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് കുട്ടികളുടെ കയ്യിൽ പിക്കാസും കൈക്കൂട്ടും ഒക്കെ കൊടുക്കുക. ആൺകുട്ടികളെ കയ്യിൽ സ്കൂളിന്റെ പരിസരമൊക്കെ കിളയ്ക്കാൻ പറയാം. പെൺകുട്ടികളോട് അതൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കി ഒരു സ്ഥലത്ത് കൊണ്ടിടാൻ പറയാം. എന്നിട്ട് അടുത്ത ദിവസം വരുമ്പോ തൂമ്പ എടുത്തിട്ട് കൊടുക്കുക. കപ്പക്ക് കൃഷി ഇടാൻ പറയാം. വാഴയ്ക്ക് ആരോഗ്യം ഉണ്ടാവും, മനസ്സ് നന്നാവും, സ്കൂളിന്റെ പരിസരം വൃത്തിയാവും, പച്ചക്കറി സ്വതന്ത്രമായി ഉണ്ടാക്കാൻ പറ്റും, ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സർക്കാരിനോട് ആവശ്യപ്പെടുക, സൂംബ വേണ്ട, തൂമ്പ മതി. മാത്രമല്ല, ആരാന്റെ കട എടുക്കണ്ട, അവനാന്റെ നാട്ടിന്റെ സംസ്കാരമാണല്ലോ കൃഷി. അത് ചെയ്താൽ മതി. ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, സൂംബ നടപ്പാക്കി 1 കൊല്ലം കഴിഞ്ഞാൽ എല്ലാ ലഹരിയും വർദ്ധിക്കുകയുള്ളൂ. കാരണം എന്താ? നമ്മുടെ കപ്പിത്താൻ കേരള ജനതയിൽ പ്രസംഗിച്ച ഒരു പ്രസംഗം എന്ത്?
ശ്രീലങ്കക്ക് ശ്രീലങ്കന്റെ മദ്യമുണ്ട്. ഓരോ രാജ്യത്തിനും ഓരോ രാജ്യത്തിന്റെ മദ്യമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ മദ്യം, നമ്മുടെ കേരളത്തിന്റെ മദ്യം വ്യാപകമാക്കണം, അത് വിദേശത്തേക്ക് കയറ്റിയയക്കണം. ഈ സർക്കാർ ആ കാര്യത്തിനാണ് ഏറ്റവും ഊന്നൽ നൽകിയത്. അതുകൊണ്ട് സർക്കാർ എന്താ പറഞ്ഞാൽ അറിയോ? കാലില്ലാത്ത ആളുകളുണ്ടാവും, കൈയില്ലാത്ത ആളുകളുണ്ടാവും, കളിഷാപ്പിന്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്തവരുണ്ടാവും. അപ്പൊ സർക്കാർ പറഞ്ഞു, എന്ത് ബേജാറാണ്ട, നിങ്ങളെ പുരയിലേക്ക് ഞങ്ങൾ വരും മദ്യമായി സഞ്ചരിക്കുന്ന മദ്യഷോപ്പ്. ലോകത്ത് ഒരു സർക്കാരും ആകാശത്തിന്റെ ചോട്ടിൽ ഇന്ന് വരെ നടപ്പാക്കിയിട്ടില്ല. ഈ കേരളത്തിലെ വിവരം കിട്ട ഭരണകൂടമല്ല. എന്താ പറയുന്നത്? ലഹരി കൊണ്ടുപോയി തള്ളിക്കൊടുക്കുക, എന്നിട്ട് സൂം കളിച്ചോളാൻ പറയാ. വിധിവൈപരീത്യമേ, നിന്റെ പേരെന്താ? തലച്ചോറുള്ള ഒരെണ്ണം. അലൈസ മിൻകുർ റജുലുർ റശീദ്, വിവേകമുള്ള ബുദ്ധിയുള്ള ഒന്ന് നിങ്ങൾ ആ കൂട്ടായ്മയിൽ ഈ രാജ്യത്തിന്റെ പുരോഗതി ചർച്ച ചെയ്യുന്നതിൽ ഇല്ലേ? തലച്ചോറുള്ള ഒരെണ്ണം ഒന്ന് സഞ്ചരിക്കുക. എന്നിട്ട് പറയാ, എന്താ വികലാംഗ, നീ വീട്ടിൽ നിന്നോ, ഞങ്ങൾ മന്ത്രിമാരെ കൊണ്ടുപോയി വിളമ്പിത്തരും, സർവത്ര കുടിക്ക് ഈ രാജ്യം നന്നാകട്ടെ. എന്നിട്ട് പെണ്ണുങ്ങളുടെ നെഞ്ഞത്ത് കയറുക, അവരെ ചവിട്ടി കൊല്ലുക, അവരെ വെട്ടി മുറിക്കുക, കഞ്ചാവും കണ്ണും കുടിച്ചിട്ട്. എന്നിട്ട് പറയാ, ഞങ്ങൾ സ്ത്രീകളുടെ മോചനം ലക്ഷ്യം വെക്കുകയാണ്. നിങ്ങൾക്കെന്താ സ്ത്രീകൾ പുരോഗതി പ്രാപിക്കുന്നതിന്? ഈ പുരോഗതി തലച്ചോറുള്ള ഒരുത്തനും പറ്റിയതല്ല പുരോഗതി. അതുകൊണ്ട് സൂമ്പ വേണ്ട, തൂമ്പ മതി. മക്കളെ തൂമ്പെടുത്ത് കിളക്കി നാട് നന്നാവും. സ്കൂളിന്റെ പരിസരം വൃത്തിയാക്കുക, എന്നിട്ട് അപ്പുറത്തെ കണ്ടം പോയി വൃത്തിയാക്കുക. ഓരോ ഏരിയ തിരിച്ച് ഒരു സ്കൂളിന്റെ പരിധിയിൽ കുട്ടിക്ക് വിട്ടുകൊടുക്കുക. സ്വതന്ത്രമായി കിടക്കുന്ന ഭൂമിയിടം ഇസ്ലാമിക ഭരണകൂടം അനുസരിച്ച് കൃഷി ചെയ്യാത്ത ഇടം 2-3 വർഷത്തിനപ്പുറത്ത് വെറുതെ ഇടാൻ പാടില്ല എന്നാ. അപ്പൊ ബാക്കിയുള്ളവർ കൃഷി ചെയ്യാൻ കൊടുക്കണം. കേരളത്തിലെ എല്ലാ 60 ലക്ഷം കുട്ടികളിൽ ആണും പെണ്ണും തൂമ്പയെടുത്തിറങ്ങിയാൽ ഈ രാജ്യം ഒരു കൊല്ലം കൊണ്ട് പുരോഗതി ഉണ്ടാവും. കഞ്ചാവ് ഉപയോഗം തുലം കുറയും. ഞാൻ വെല്ലുവിളിച്ചു പറയുന്നു, സൂമ്പ ഒഴിവാക്കി തൂമ്പ നടപ്പാക്കൂ. ഒരു ഭാഗത്ത് 500 സ്കൂളുകളിൽ തൂമ്പെടുത്തു കൊടുക്ക്, ബാക്കിയുള്ളവർക്ക് നിങ്ങൾ സൂമ്പയും നടത്ത്. ആര് പറയണം അവിടെ വിജയിക്കാൻ? നിങ്ങൾ പരിശോധിക്കുക. തലച്ചോറുണ്ടെങ്കിൽ, അങ്ങനൊന്നും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് വിശ്വസിക്കുക എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട്, ഞാൻ ഈ സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. സ്വന്തം ജീവൻ അപകടത്തിലാണ് എന്നറിഞ്ഞാലും സമൂഹത്തിന്റെ രക്ഷ, അതാണ് ഒരു കപ്പിത്താന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മനസ്സിലായി? ഒരു കപ്പിത്താന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സമൂഹത്തെ അപകടത്തിലേക്ക് വീഴ്ത്തിക്കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുന്നതിന്റെ പേരല്ല കപ്പിത്താൻ. സർവത്ര ജനങ്ങളെ രക്ഷിക്കാൻ മെനക്കെട്ട് സ്വയം ജീവഹാവി ചെയ്യേണ്ടി വരുമ്പോ അങ്ങനെ മരിച്ചു കൊടുക്കുന്ന ആണിന്റെ പേരാണ് കപ്പിത്താൻ. അല്ലാഹു ഓരോരുത്തർക്ക് തൗഫീഖ് നൽകണം. അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും അത് പള്ളി പ്രസിഡന്റ് ആയാലും ഓരൊക്കെ ബാധ്യത. സമൂഹം കേടുവരുന്ന ഒരു വഴി തുറക്കാൻ പാടില്ല. സമൂഹത്തെ നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിനാണ് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. സർവശക്തനായ റബ്ബ് നമ്മെ ആ വിഷയത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു കുടുംബ വിജ്ഞാന വേദി ഒരു സാധാരണ ഒരു വിഷയമല്ല. ഈ 14-ാം തീയതി മഞ്ചേരി സഭാ ഹാളില് മയ്യത്ത് ഒരാൾ മരിച്ചാൽ ഇത് കുളിപ്പിക്കേണ്ടത്, കഫൻ ചെയ്യേണ്ടത്, അതുപോലെ അനുബന്ധ കാര്യങ്ങൾ, അതൊരു പ്രാക്ടിക്കലായിട്ട് മയ്യത്ത് പരിപാലനം, പ്രായോഗികമായ പരിശീലനം അത് നൽകുന്ന ഒരു ക്ലാസ്സാണ് ജമാൽ ചെറുവാടിയുടെ. അദ്ദേഹം ആ കാര്യത്തിൽ വളരെയേറെ പരിചയസമ്പന്നനാണ്. അതാണ് ഞാൻ ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സഭാ ഹാളിൽ 14-ന് നടക്കുന്ന ഈ പ്രോഗ്രാം, അതായത് വൈകുന്നേരം മഗ്‌രിബ് കഴിഞ്ഞ് അഥവാ തിങ്കളാഴ്ച 7:15 അപ്പോഴേക്ക് മഗ്‌രിബ് കഴിഞ്ഞ് എത്തിപ്പെടും. അതിന് എല്ലാവരും ശ്രമിക്കുക. മറ്റൊന്ന്, ഔദ്യോഗികമായ ഒരു സ്വഭാവമുള്ള സ്റ്റേറ്റിന്റെ ഒരു ലെറ്ററോടുകൂടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മണ്ഡലത്തിലെ പുല്ലശ്ശേരി എന്ന് പറയുന്ന സ്ഥലം, അവിടെ 10 സെന്റ് ഭൂമി 10-25 ലക്ഷം റുപ്യ അവരെടുത്തു. ഭൂമിയൊക്കെ രജിസ്റ്റർ ചെയ്തു. ഒരു 47 ലക്ഷവും കൂടി ഉണ്ടെങ്കിൽ ആ കെട്ടിടവും, അതായത് ഒരു മസ്ജിദും അനുബന്ധ സ്ഥാപനങ്ങളും ദൈവത്തുമായി ബന്ധപ്പെട്ട അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാം അവരെ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്മിറ്റിയോട് അനുവാദം ചോദിച്ച് നേരത്തെ അറിയിച്ച് സ്റ്റേറ്റിന്റെ കത്തുമായി വന്ന് ആ മണ്ണാർക്കാട് ഈ പ്രദേശത്ത് 10 സെന്റ് ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യുന്ന, മാതൃഭാഷയിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ജ്ഞാനങ്ങൾ വിളമ്പിക്കൊടുക്കുന്ന, ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്ന അന്തസ്സായ ഒരു സൊസൈറ്റിയെ രൂപപ്പെടുത്തിയെടുക്കുന്ന, കേരളത്തിൽ ഇന്നത്തെ പശ്ചാത്തലത്തിൽ മാതൃഭാഷയിൽ കൃത്യമായി നിലപാടുള്ളവരുടെ പള്ളികൾ വർദ്ധിച്ചു വരേണ്ട ഒരു ഘട്ടത്തിലാണ്. കാരണം മുസ്ലിങ്ങൾ വരുന്നൊരു കേന്ദ്രമാണ്. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞ് അതിനൊരു നല്ല തുക
നിങ്ങൾ നൽകുക. നമ്മുടെ പള്ളിയുടെ പരിപാലന ഫണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നടക്കും, മറ്റെന്ത് നടന്നാലും അതിനോടൊപ്പം. അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിലും വളരെ ഗൗരവമായി തന്നെ പങ്കാളികളാവുക. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നാടോടുമ്പോൾ നടുവോടേണ്ടവരല്ല. ഏതെങ്കിലും ഒരു പാർട്ടിയോട് നമുക്ക് അമിതമായ ഇഷ്ടമോ കൂറോ വരുമ്പോ അവരെ തോന്നിയാസത്തിന്റെ കൂടെ നിൽക്കാനല്ല, തോന്നിയാസം ചെയ്യരുതെന്ന് പറയാനായിരിക്കണം ഒരു പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരാൾ വേണ്ടത്. അതിന്റെ തോന്നിയാസത്തിന്റെ കൂടെ നിൽക്കുക. ഞങ്ങൾ നിങ്ങളുടെ തോന്നിയാസത്തിന്റെ കൂടെ അല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ്. ഇത് അന്തസ്സായിട്ട് പോകണമെന്ന് പറയല്ലേ വേണ്ടത്, അതിന്റെ കൂടെ നിൽക്കല്ലോ വേണ്ടത്. അത് പാർട്ടിയായാലും പ്രസ്ഥാനമായാലും സംഘടനയായാലും അതല്ലേ അന്തസ്സായ നിലപാട്. ആ നിലപാട് ഇബ്രാഹിം നബിയുടേതാണ്, ആ നിലപാട് മൂസാ അലൈഹി ഇസ്ലാമിന്റേതാണ്, ആ നിലപാട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്, ആ നിലപാട് അസ്ഹാബുൽ കഹ്ഫിന്റേതാണ്, ആ നിലപാട് പൂർവികരുടേതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ കലാമാണ് എന്ന് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, അള്ളാഹുവിന്റെ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് അന്നത്തെ ഭരണകൂടം, മുഴുവൻ ആളുകളും ഒറ്റക്കായിരുന്നു ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ 2 കൊല്ലം ജയിലിൽ കിടന്നത്. അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിച്ചു. 8 ലക്ഷം മനുഷ്യരുടെ അകമ്പടിയുള്ള മയ്യത്ത് നിസ്കാരത്തിന്റെ നേതാവാക്കി അദ്ദേഹത്തെ. ലോകത്തെവിടെ ഒറ്റപ്പെട്ടാലും ആ ഒറ്റക്ക് നിന്നുകൊണ്ട് സത്യത്തെ പുൽകാൻ നമുക്ക് സാധിക്കണം. അപ്പൊ കതബ ഫീ ഖുലൂബിഹിൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻഹും, ആത്മചൈതന്യം കൊണ്ട് ശക്തിപ്പെടുത്തും, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഈമാൻ അല്ലാഹു രേഖപ്പെടുത്തും എന്ന് സൂറത്ത് മുജാദല 22-ാമത്തെ വചനം 58-ാമത്തെ അധ്യായം. സർവശക്തനായ പ്രപഞ്ചനാഥൻ കാര്യങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മിൽ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരു കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പൊറുതിമുട്ടുന്നവർക്ക് അല്ലാഹു ശിഫ